നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ 24 ചാനലിനകത്ത് നടന്ന ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ്. എൻ്റെ പൊന്നെ, ഞാൻ ഇങ്ങനത്തെ ഒരു ഡിബേറ്റ് കേട്ടിട്ടില്ല കേട്ടോ. കാരണം ചാനലാണോ അതോ ചന്തയാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇതിനകത്ത് നമ്മുടെ ഒട്ടകവും ഗോപാലനും നമ്മുടെ ഹാഷ്മിയും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ പോരാട്ടം. ഈ ഗോപാലൻജിയുടെ മുൻവശത്ത് ഒരു വാലുണ്ടല്ലോ, ഈ അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്ന ഒരു വാല്. ഇത് ഒരുമാതിരിപ്പെട്ട BJP നേതാക്കന്മാരുടെ ഒക്കെ മുന്നിലുണ്ട്. ഈ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. അത് ഒരു അലങ്കാരത്തിന് വേണ്ടി വെച്ചിട്ടുള്ളതാണോ, അതിനിപ്പോൾ ഇത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ ഇത് പഠിച്ചതെന്നൊക്കെ വിശദമായിട്ടൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം എല്ലായിടത്തും എല്ലാ കൂട്ടത്തിലും ഈ ഒരു വാല് കാണാൻ ഒരു ക്വാളിറ്റി ഈ പറയുന്ന ചർച്ചകളിൽ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കെജ്രിവാൾ പുറത്തു വന്നു. പൂർവാധികം ശക്തിയോടുകൂടി ഡബിൾ സ്ട്രോങ്ങിലാണ് കെജ്രിവാൾ പുറത്തു വന്നത്. കെജ്രിവാൾ നരേന്ദ്രമോദിയെക്കുറിച്ചും അമിത്ഷായെക്കുറിച്ചിട്ടൊക്കെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ആ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിടിച്ച് അകത്താക്കിയത് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റ് ആണ് എന്നെനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നത്. കാരണം അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും അത് നല്ല രീതിയിൽ പ്രതിഫലിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പൂർവാധികം ശക്തിയോടുകൂടി കിട്ടുന്ന വേദികളിലെല്ലാം നരേന്ദ്രമോദിയെയും BJP-നെയൊക്കെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് എടുത്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ 24 ചാനലിനകത്ത് നടന്നിട്ടുള്ള വളരെ ഗൗരവമായിട്ട് നടക്കുന്ന ഒരു ചർച്ചയിൽ ഗോപാലൻജിയുടെ ത്രെഡ് വിട്ട് അല്ലെങ്കിൽ ഗോപാലൻജിയുടെ പിടിവിട്ട് പോയി. പിന്നെ പറഞ്ഞത് മൊത്തം മറ്റേ ചവളത്തെരുവിൽ പോലും അവിടെ കിടക്കുന്ന ആൾക്കാർക്ക് പോലും പറയാൻ പറ്റും. പക്ഷേ ഹാഷ്മി പുലിയാണ് കേട്ടോ. ഹാഷ്മി വിട്ടുകൊടുത്തൊന്നുമില്ല. കാരണം BJP-യുടെ കൊണാണ്ടർ ആണെങ്കിലും BJP-യുടെ ഇനി ആരാണ്, എന്ത് തേങ്ങയാണ്, എന്ത് മുടഞ്ഞവനാണെന്ന് പറഞ്ഞാലും കൊള്ളാം, പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി ആർജവത്തോടെ പറയണം. അത് ആൺകുട്ടികൾക്ക് ചേർന്നിട്ടുള്ളതാണ്. ഇപ്പം സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ വായടപ്പിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, അല്ലെങ്കിൽ EDA പോലുള്ള സംവിധാനങ്ങളെ വിട്ടിട്ടൊക്കെ ചൊറിയുക, ഇതൊക്കെ ആയിരുന്നല്ലോ ഇവരുടെ സ്ഥിരം പരിപാടി. പക്ഷെ ഇവർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക മാധ്യമ പ്രവർത്തകരും തിരിച്ചറിഞ്ഞിരിക്കുന്നു BJP-യുടെ പതനം തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചിലവരൊക്കെ ചില നിഷ്പക്ഷമായിട്ടുള്ള ചില രീതിയിൽ വാർത്തകളുമായിട്ട് വരുന്നുണ്ട്. കാരണം ഇനി എങ്ങാനും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് 8ന്റെ പണി കിട്ടുമോ ഇല്ലേ എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു ഭയം. സത്യത്തിൽ മാധ്യമ പ്രവർത്തകർ അവരുടെ ധർമ്മം അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. എന്താണെങ്കിലും നമ്മുടെ ഒട്ടകം ഗോപാലനെ ഹാഷ്മി എടുത്ത് തൂക്കി കാലെ വാരി ഭിത്തിയിലടിക്കുന്ന ഒരു കിടിലൻ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകളൊക്കെ വായിച്ചിട്ട് സത്യത്തിൽ ചിരിച്ച് പണ്ടാരം തുടങ്ങിപ്പോയി. അതിനേക്കാട്ടിലും ഗംഭീരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ഒട്ടകം ഗോപാലൻ ഈ പറഞ്ഞ കണക്ക് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ പഠിച്ചുകൊണ്ട് വന്നിട്ട് ചില ക്യാപ്സൂളുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് തുപ്പാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അത് അണ്ണാക്കിലേക്ക് തന്നെ തിരിച്ച് അടിച്ച് കയറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഹാഷ്മി. അതൊന്ന് കേട്ടു നോക്കാം. ഇതാ പറയുകയാണ്, ഏകാധിപത്യം ഈ നാട്ടിൽ വാഴില്ല, ഏകാധിപതിക്ക് നേർക്കുനേർ പോരാട്ടത്തിൽ ഞാൻ തയ്യാറെടുക്കുകയാണ്. നാളെ രാവിലെ 11 മണിക്ക് ഹനുമാൻ ക്ഷേത്രം, താങ്കൾ തുടക്കത്തിൽ രാമായണമൊക്കെ പറഞ്ഞതല്ലേ, ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമൂർത്തിയായ ഹനുമാനോട് ഈ ജയിൽ മോചനത്തിൽ നന്ദി അറിയിക്കാൻ പോകുന്നു. അതിനുശേഷം റോഡ് ഷോയിൽ ഇറങ്ങാൻ പോകുന്നു. ശ്രീ B. ഗോപാലകൃഷ്ണൻ ഡൽഹിയിൽ, പഞ്ചാബിൽ, ഹരിയാനയിൽ, ബാക്കിയുള്ള 4 ഘട്ടങ്ങളിൽ ഇനി മോദിക്ക് വിയർപ്പൊഴുക്കേണ്ടി വരിക. ഈ കെജ്രിവാളിന്റെ വാക്കുകൾക്ക് മറുപടി പറയാനാവില്ലേ B. ഗോപാൽ? നിങ്ങൾ വല്ലാതെ ഈ രാത്രിയിൽ വിയർപ്പൊഴുക്കണ്ട. മോദിക്ക് വിയർപ്പ് വരികയാണെങ്കിൽ ആ വിയർപ്പ് മാറ്റാനുള്ള പരിപാടി മോദിക്കുണ്ട്. നിങ്ങൾ വിയർത്ത് വല്ലാതെ വിഷമിക്കണ്ട. മോദി ഞങ്ങളെ ഓർത്തും നിങ്ങൾ വിഷമിക്കണ്ട. അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്, എന്നിട്ടൊരു സുപ്രഭാതത്തിൽ നിങ്ങളിപ്പോൾ മാറി നിന്നിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിനെതിരാന്ന് പറയാൻ ഒരല്പം മാന്യത, ഉളുപ്പെന്ന് പറയുന്ന സാധനം വേണം. ഇത് മുനതെഞ്ഞ വാദങ്ങളല്ലേ? ഈ വാദങ്ങളുടെ സമയം കഴിഞ്ഞില്ലേ? ഈ B. ഗോപാലകൃഷ്ണൻ രാജ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു വരവാണത്. രാജ്യ തലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂക്കിൻ കീഴിൽ ഒരു കുറിയ മനുഷ്യൻ പതിഞ്ഞ ശബ്ദത്തിൽ നിങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് നിൽപ്പാണ് അവിടെ. അതിനെക്കുറിച്ച് പറ B. ഗോപാലകൃഷ്ണൻ. നിങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് നിൽപ്പാണ്. നിങ്ങൾ കെട്ടിയ കോട്ടയൊക്കെ, ഈ നെറികെട്ട കോട്ടയൊക്കെ പൊളിച്ചു വന്ന് നിൽപ്പാണ്. എന്തൊരു രാഷ്ട്രീയ വിന്യാസമാണത്. നോക്കൂ ശ്രീ B. ഗോപാലകൃഷ്ണൻ, നിങ്ങൾക്ക് നാണമുണ്ടോ നെറുകെട്ട ഭാഷ സംസാരിക്കാൻ? ഞങ്ങൾ നെറുകെട്ട കോട്ട കെട്ടിയത് തന്നോട് ആരോടോ പറഞ്ഞത്? ഒരു 24ന്റെ ചാനൽ പറയാ ഞങ്ങൾ നെറുകെട്ട കോട്ട കെട്ടിയെന്ന്. നിങ്ങൾ ചർച്ച ചെയ്യണം. നിങ്ങൾ എന്താ പിന്നെ മാന്യമായി ചർച്ച ചെയ്യണം. കോടതിയിൽ തെളിഞ്ഞ എന്താ നിങ്ങൾ കോടതി തെളിഞ്ഞത്? നിങ്ങളുടെ ഖജനാവിലേക്ക്, നിങ്ങളുടെ ഖജനാവിലേക്ക് കോടികൾ തള്ളി ഒരുത്തനാണ് ഈ മാപ്പുസാക്ഷി. ആ മാപ്പുസാക്ഷിയുടെ വാക്കുബലം മാത്രമേ ഉള്ളൂ പിടിച്ചകത്തറാൻ തെളിഞ്ഞില്ലേ കോടതിയിൽ ശ്രീ B. ഗോപാലകൃഷ്ണൻ? താൻ പോയി ചെയ്യേണ്ടി വരും. പാർട്ടി ഓഫീസിൽ പറയുന്ന വാക്ക് അവിടെ പോയി പറ.
താൻ ചർച്ച നടത്തുകയാണെങ്കിൽ മാന്യമായി ചർച്ച നടത്തുക. സാറേ പാർട്ടി ഓഫീസിൽ പറയുന്ന വാക്കൊക്കെ പാർട്ടി ഓഫീസിൽ പറ, ഇത് ആള് കാണുന്നതല്ലേ? തന്നോട് തന്നെ പറയുന്നത് പാർട്ടി ഓഫീസിൽ. ആദ്യത്തെ ചിരിയൊക്കെ അങ്ങ് പോയി. തന്നോടാണ് പറയുന്നത്. അപ്പൊ അത് ചിരിയൊക്കെ അങ്ങ് പോയോ ഡൽഹിയിൽ ഗോപാലകൃഷ്ണ? ആദ്യത്തെ ചിരിയൊക്കെ അങ്ങ് പോയോ ഗോപാലകൃഷ്ണ? ആദ്യത്തെ ചിരിയൊക്കെ അങ്ങ് പോയോ ഗോപാലകൃഷ്ണ? നെറികെട്ട കോട്ട എന്ന് പറയാൻ എനിക്ക് കാരണമുണ്ട്. ജൂൺ 4 ചിരിക്കും ശ്രീ ബി ഗോപാലകൃഷ്ണൻ, താങ്കൾ തുടക്കത്തിൽ ചിരിച്ച ആ ചിരിയൊക്കെ അങ്ങ് പോയോ? നെറിയ 2, 3, 4 എണ്ണി കാരണങ്ങൾ പറഞ്ഞുതരാം. മര്യാദയോട് പറയരുത്. ഒരു മര്യാദയോടും പറഞ്ഞിട്ടില്ല. ഒരു മര്യാദയോടും പറഞ്ഞിട്ടില്ല സാർ. നെറികെട്ട കോട്ട എന്ന വാക്കിന് എനിക്ക് പറയാൻ കാരണങ്ങളുണ്ട്, ബോധ്യങ്ങളുണ്ട്. പറഞ്ഞു തരട്ടെ, പറഞ്ഞു തരട്ടെ, കേൾക്കാവോ? സാറേ ഇങ്ങനെ സാറേ മോദിയെ പോലെ പിടിവിട്ട് സംസാരിക്കല്ലേ? മോദിയെ പോലെ പിടിവിട്ട് സാർ അങ്ങയുടെ നേതാവിനെ പോലെ ഇങ്ങനെ പിടിവിട്ട് സംസാരിക്കല്ലേ? തെണ്ടിത്തരം എന്നൊക്കെ അങ്ങയുടെ പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ മതി. തെണ്ടിത്തരം എന്നൊക്കെ പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ മതി. ഒരു വാക്കും പിൻവലിക്കുന്നില്ല, ഒരു വാക്കും പിൻവലിക്കുന്നില്ല. താൻ തെണ്ടിത്തരം എന്ന വാക്ക് പിൻവലിക്കോ? ഞാൻ പറയുന്നത് ശ്രീ ബി ഗോപാലകൃഷ്ണൻ തെണ്ടിത്തരം എന്ന വാക്ക് പറഞ്ഞാണ് ഈ ചർച്ചയിൽ. അതിനേക്കാൾ വലുതാണോ നെറികെട്ട കോട്ട എന്ന്? ഞാൻ പറയാം. അത് പാർട്ടി ഓഫീസ് പറഞ്ഞാൽ പറയുന്നത്. അത് പാർട്ടി ഓഫീസ് പറഞ്ഞാൽ മതി. അത് പിൻവലിക്കോ? അത് പിൻവലിക്കോ? ഞാൻ പറഞ്ഞുതരാം സാർ. ഞാൻ പറഞ്ഞുതരട്ടെ, ഒന്ന് കേൾക്ക് സാറേ. മാന്യമായി നടത്ത്. അല്ലാണ്ട് നിങ്ങളെ 24-ന്റെ ഫ്ലോറിൽ ഭർസനം കഴിഞ്ഞോ? ഭർസനം കഴിഞ്ഞോ? തന്റെ വേഷം കെട്ട് വേണ്ട. ഭർസനം കഴിഞ്ഞോ? ഞങ്ങൾ ഇരിക്കുന്നത്. താൻ ചോദ്യം ചോദിക്കേ, ഉത്തരം പറയാൻ. ചോദ്യം ചോദിച്ചേ സാർ. പ്രഷർ കൂട്ടല്ലേ ബി ഗോപാലകൃഷ്ണൻ? താങ്കളുടെ അതിഥിയാണ്, അങ്ങനെ പ്രഷർ കൂട്ടല്ലേ? താങ്കൾ ഇനി എന്നെ എന്തു പറഞ്ഞാലും ഞാൻ കയറി പിടിക്കാൻ പോകുന്നില്ല. സാർ ഓക്കെ, ഞാൻ ഇടവേളയിലേക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം ആ BP ഒന്ന് കുറയട്ടെ. രാജു പി നായരോട് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നിങ്ങൾ തടഞ്ഞു. ഇല്ല, ഞാൻ അങ്ങയിലേക്ക് എത്താം. സാർ പൊടിക്ക് BP അടക്കം ഞാൻ എത്താം. അങ്ങക്ക് അത്ര പക്വതയുള്ള രാഷ്ട്രീയ നേതാവല്ലേ? ഈ പറയുന്ന വാക്കുകൾ ആ ഇടവേളയിൽ ഈ പറയുന്ന തെണ്ടിത്തരം, താന്, എടോ എന്നൊക്കെയുള്ള വാക്കുകൾ ഒരു താങ്കളെ പോലെ മുതിർന്ന രാഷ്ട്രീയ നേതാവിന് ഭൂഷണമാണോ എന്ന ഇടവേളയിൽ അങ്ങ് ആലോചിക്കും. ഈ ഉളുപ്പും മാന്യതയും എന്നൊക്കെ പറയുന്നത് അത് മനുഷ്യർക്ക് ചേർന്നിട്ടുള്ള സാധനമാണ്. ആ ഉളുപ്പും മാന്യതയും ഇല്ലാതെ ഈ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് ചർച്ച ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ബുദ്ധിയുള്ള ജനങ്ങൾക്കൊക്കെ അറിയാം ആർക്കാണ് ഉളുപ്പില്ലാത്തത് അല്ലെങ്കിൽ ആർക്കാണ് മാന്യത കുറവുള്ളതെന്നുള്ളത്. കാരണം ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഇത് പഠിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ വന്നിരുന്നുകൊണ്ട് ആ ക്യാപ്സ്യൂൾ അപ്പാടെ വിഴുങ്ങിയിട്ട് ഇതിനകത്ത് വന്നിരുന്നുകൊണ്ട് നല്ല ആംബിയറുള്ള മാധ്യമ പ്രവർത്തകരോടൊക്കെ സംസാരിച്ചാൽ ഇതുപോലെ അടിച്ച് പിരിവെട്ടിച്ചേ വിടത്തുള്ളൂ. കിടിലം വീഡിയോ കേട്ടോ, ഒരു രക്ഷയില്ലാത്തൊരു വീഡിയോ. മറുപടി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കണം. കാരണം ശാഖയിലും പാർട്ടി ഓഫീസിലും ഒക്കെ പറയുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നുണ്ട്. ഇതുപോലെ ആണുങ്ങടുത്ത് വന്നിരുന്ന് പറഞ്ഞാൽ അവർ തിരിച്ചടിച്ച് അണ്ണാക്കി കയറ്റി വിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപാട് വേദികളിൽ ഇങ്ങനെ തേഞ്ഞൊട്ടിപ്പോയിട്ടുള്ള പല നേതാക്കന്മാരെ നമുക്കറിയാം കേരളത്തിൽ. ഇവർക്കൊക്കെ ഈ അഡ്വക്കേറ്റ് പദവി ആരാണ് കൊടുത്തതെന്ന് ഓർക്കുമ്പോഴേ സത്യം അവരെ ഓർത്തിട്ട് സങ്കടം തോന്നി പോവുക. നിലവിൽ ഇതുണ്ടോ ഇല്ലയെന്ന് പോലും നമുക്കറിയില്ല. എന്താണെങ്കിലും അതൊക്കെ ഉണ്ടോ ഇല്ലയെന്ന് പോലും നമുക്കറിയില്ല. എന്തായാലും കേരള രാഷ്ട്രീയം ഉണ്ടോ ഇല്ലയെന്ന് പോലും നമുക്കറിയില്ല. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഇടക്ക് തിരിമറികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില തിരിമറികളൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് എല്ലാവരുടെയും ഒരു വിശ്വാസവും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ. നമ്മുടെ രാജ്യം പഴയതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ അവസരങ്ങളും സർവേശ്വരൻ നൽകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കാരണം ഈ അസുരന്മാരിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കൂ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇരു കൈയും കൂപ്പി പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് തന്നെയാണ് എൻ്റെയും ഒരു വിശ്വാസം. ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് എൻ്റർടൈൻമെൻറ്റ്.